നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊഴിൽ സംസ്കാരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി ജില്ലാതല തൊഴിൽ പരിശീലന ശില്പശാല കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ നൈപുണ്യ സമിതിയുടെയും നേതൃത്വത്തിൽ. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് യു.പിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡി കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിലായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കെ.പി. ഷംസുദ്ദീൻ. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ. റോഡ് നവീകരണം ഭാഗികമായി പൂർത്തിയായ പ്രദേശത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. ഭരണാധികാരികളുടെ തുടർച്ചയായ അവഗണന മൂലമാണ് കേരളത്തിലെ അനേകം നെയ്ത്തുഗ്രാമങ്ങൾ ഇല്ലാതായതെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ. സമൂഹത്തിന് തൊഴിലും സർക്കാരിന് വരുമാനവും നൽകുന്ന മേഖലയായി ഭരണക്കാർ വസ്ത്രവ്യാപാര മേഖലയെ കാണുന്നില്ല. പാലക്കാട്ട് KGTA ജില്ലാ സമ്മേളനം. പ്രതിസന്ധിയിലായ വസ്ത്രവ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം. മലിനജല ഭീഷണിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് പ്രദേശം. റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണം മൂലം വീടുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്ന അവസ്ഥയെന്ന് പ്രദേശവാസികൾ. മലിനീകരണം തടയാൻ സത്വര നടപടി വേണമെന്നും മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകുമെന്നും ജനകീയ കൂട്ടായ്മ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. തുടക്കം പൈലിംഗ് പോയിന്റുകൾ രേഖപ്പെടുത്തുന്ന പ്രവൃത്തിയോടെ. ടെസ്റ്റ് പൈലിംഗ് ഈ മാസം അവസാനവും പ്രധാന തൂണുകളുടെ പൈലിംഗ് ഫെബ്രുവരിയിലും തുടങ്ങും. കരാർ കാലാവധി 24 മാസം. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പ്രദേശത്തെ മേൽപ്പാല നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. മണ്ണൂരിൽ ലൈഫ് ഭവന പദ്ധതി പ്രവർത്തനത്തിൽ അപാകതയാരോപിച്ച് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉടൻ വീട് നൽകണമെന്നും റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീസ് തിരിച്ചു നൽകണമെന്നും പ്രധാന ആവശ്യം. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റു. കലാമണ്ഡലം ഭരതനാട്യ വിഭാഗത്തിൽ പുരുഷ അധ്യാപക നിയമനം ഇതാദ്യം. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് സമരപ്രഖ്യാപനവുമായി കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകർ. നിറവും സുഗന്ധവുമായി മലമ്പുഴ. ഉദ്യാനത്തിൽ പുഷ്പോത്സവത്തിന് തുടക്കം. ജലസേചന വകുപ്പും DTPCയും ഒരുക്കുന്ന വർണ്ണോത്സവം 22 വരെ. തമിഴ്നാട്ടിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിൽ നിന്ന് വഴിതെറ്റി വന്ന കൂറ്റൻ ബലൂണിന് പാലക്കാട് വടവന്നൂർ വട്ടച്ചിറയിൽ അടിയന്തര ലാൻഡിംഗ്. വാർത്തകൾ വിശദമായി. തൊഴിൽ സംസ്കാരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, ജില്ലാ ഭരണകൂടം, ജില്ലാ നൈപുണ്യ സമിതി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാതല വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തൊഴിൽ സാധ്യത മനസ്സിലാക്കിയുള്ള പരിശീലനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. പുതിയ കാലഘട്ടത്തിൽ തൊഴിലിൻ്റെ സ്വഭാവ രീതികൾ മാറുകയാണ്. പരിശീലനത്തിൽ ആ വസ്തുതകൾ കൂടി പരിഗണിക്കണം. വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ ഉപരി തൊഴിൽ ശേഷിക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഇന്നത്തെ തൊഴിൽ സംസ്കാരം. പ്രായം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുപരിയായി വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന കുട്ടികൾ മുതലുള്ളവരുടെ അനുഭവം ഇത് ഉറപ്പിക്കുന്നതാണ്. വസ്ത്രത്തിൽ അഴുക്കുപറ്റാത്ത ജോലിയാണ് നല്ലത് എന്ന ചിന്ത മാറണം. ജോലി ചെയ്യാനുള്ള മനോഭാവം വളർത്തിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആരും പറയുന്നില്ല, സയൻസിൽ ഒരാൾക്കാണ് കിട്ടിയത് കേട്ടോ, ബാക്കിയുള്ളതൊന്നും കിട്ടിയില്ല. എന്തുകൊണ്ടെന്ന് ചോദ്യം ഞാനും രാഷ്ട്രീയക്കാരും നമ്മളെല്ലാവരും വേണം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഞാനെതിരല്ല, പ്രാർത്ഥിച്ചോട്ടെ. എല്ലാം ദൈവത്തിനെ ഏൽപ്പിച്ച് ഉണ്ടാതിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അല്ലേ? അന്വേഷിക്കാനുള്ള മനസ്സേ നമുക്കില്ല. അത് അന്വേഷിച്ച് വന്നാലേ കിട്ടുള്ളൂ. അങ്ങനെ ചെറുപ്പക്കാർ, ഇപ്പോൾ പുതിയ കുട്ടികൾ ആ രീതിയിലും ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ തലമുറ, ഞങ്ങളുടെയൊക്കെ തലമുറ ചിന്ത ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ ആ ചിന്ത കുട്ടികളിൽ ഒരു വലിയ വ്യത്യാസമാണ്. അത് വന്ന് 2014 തൊട്ടുള്ള ചിന്ത വേറെയായി. ഇപ്പോൾ 2025 തൊട്ടുള്ള കുട്ടികളുടെ ചിന്തയും വിചാരവും ഒക്കെ വേറെ മാറിപ്പോകാൻ പോവുകയാണ്. കുട്ടികൾ, ചെറിയ കുട്ടികൾ തന്നെ അല്ലേ, സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും ഒക്കെ നോക്കുകയാണ് അല്ലേ.
അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. DPO N ശ്രീലത, KASC ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ TV വിനോദ്, ജില്ലയിൽ പ്രവർത്തിക്കുന്ന പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വിദഗ്ധർ ക്ലാസ് എടുത്തു. തൊഴിലന്വേഷകർക്ക് നൈപുണ്യ വികസനത്തിനുള്ള അവസരം നൽകി വിവിധ വ്യാവസായിക മേഖലകളിൽ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് അവരെ പ്രാപ്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രികനായ പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീനാണ് മരിച്ചത്. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്താണ് അപകടമുണ്ടായത്. രാവിലെ 8:45 അപകടം. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും വാടാനംകുറിശി ഭാഗത്തു നിന്ന് ഓങ്ങല്ലൂരിലേക്ക് പോകുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ ആണ് മരിച്ചത്. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാർ യുവാവിനെ സേവന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും ബസിൻ്റെ മുൻവശവും തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് അല്പനേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മരണപ്പെട്ട മുഹമ്മദ് അമീൻ ഓങ്ങല്ലൂരിലെ പലചരക്ക് കടയിൽ ജീവനക്കാരനാണ്. രാവിലെ കടയിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വാടാനംകുറിശി മേട് പെട്രോൾ പമ്പ് മുതൽ ഹൈസ്കൂൾ വരെയുള്ള ഭാഗങ്ങളിൽ വാഹനങ്ങൾക്ക് അമിത വേഗതയാണെന്നും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ നടപടിയുണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ പാലക്കാട് വഴിക്ക് പോണ ബസ്സുകൾ ഈ ഓങ്ങല്ലൂർ വില്ലേജ് വാരണാസി സ്കൂൾ മുതൽക്ക് പൂക്കപ്പടി വരെ ഭയങ്കര ഓവർ സ്പീഡാണ്. പാലക്കാട് ഗുരുവായൂർ വണ്ടിയാണിത് ഇത്രയും സ്പീഡിൽ ഓവർ സ്പീഡിൽ പോകുന്നത്. മറ്റുള്ള വണ്ടികളൊന്നും തുറന്നൊരു പട്ടാമ്പി ബസ്സുകൾ ഇത്ര സ്പീഡില്ല. ഗുരുവായൂർ പാലക്കാട് ബസ്സുകൾ കൺട്രോൾ ഇല്ലാത്ത പോക്ക് പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15 വയസ്സുകാരൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഇന്ന് രാവിലെയാണ് സംഭവം. അങ്കിത്തിനെ ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നതായി പറയുന്നു. തുടർന്ന് രാവിലെ വീണ്ടും തർക്കമുണ്ടായി. ഇതിനിടെ അങ്കിത്തിൻ്റെ തലയ്ക്ക് അടിയേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കെയർടേക്കർമാർ 2 പേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. 2 കെയർടേക്കർമാരാണ് ആ സംഭവം. 2 കെയർടേക്കർമാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട് അവിടെ? അന്തേവാസികളുണ്ട്. മൊത്തം 18 പേരാണ് ഇപ്പം ഈ ഹോമിലുള്ളത്. ഇതിന്റെ തുടർ നടപടികൾ ഇപ്പം ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിന്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്ത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുമ്പാണ് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡി കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിൽ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഷംസുദ്ദീന്റെ ബാഗിൽ നിന്ന് 2 പാക്കറ്റ് ബീഡിയും 5 പാക്കറ്റ് ബീഡി സോക്സിൽ പൊതിഞ്ഞ നിലയിലും 5 പാക്കറ്റ് ബീഡി കിടക്കയ്ക്കടിയിൽ നിന്നും കണ്ടെത്തിയത്. ജയിൽ ജീവനക്കാരുടെ വിശ്രമമുറിയിലായിരുന്നു ഷംസുദ്ദീൻ. പ്രതികൾക്ക് ജയിലിൽ ബീഡി നൽകുകയും ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പുറത്തുവച്ച് പണം വാങ്ങുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി. 1 വർഷം മുമ്പും ജയിലിൽ ബീഡി കച്ചവടം നടത്തിയതിന് ജീവനക്കാരെ പിടികൂടിയിരുന്നു. ജയിലിൽ ബീഡി വിൽപ്പന നടത്തിയ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ജയിൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ഭരണാധികാരികളുടെ തുടർച്ചയായ അവഗണനയാണ് കേരളത്തിലെ അനേകം നെയ്ത്തുഗ്രാമങ്ങൾ ഇല്ലാതാകാൻ കാരണമായതെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി.എസ്. പട്ടാഭിരാമൻ പാലക്കാട്ട് KGTA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് തൊഴിലും സർക്കാരിന് വരുമാനവും നൽകുന്ന മേഖലയായല്ല സർക്കാർ വസ്ത്രവ്യാപാര മേഖലയെ കാണുന്നതെന്നും ടി.എസ്. പട്ടാഭിരാമൻ കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ അഭിരുചിയെയും പ്രതിസന്ധികളെയും തിരിച്ചറിഞ്ഞ് മാറ്റമുണ്ടാക്കിയില്ലെങ്കിൽ ചെറുകിട വസ്ത്രവ്യാപാര മേഖല ഇല്ലാതാകുമെന്നും ടി.എസ്. പട്ടാഭിരാമൻ ചൂണ്ടിക്കാട്ടി. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വസ്ത്രനിർമ്മാണ വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ്. വസ്ത്രം അവശ്യവസ്തുവാണെന്ന നിലയിൽ കാണുകയും നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട സർക്കാർ വസ്ത്രവ്യാപാരികൾക്കുമേൽ നികുതിഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. കൃത്യമായ ഇടപെടലുകളും സഹായവും ഇല്ലാതായതോടെ കേരളത്തിലെ അനേകം നെയ്ത്ത് ഗ്രാമങ്ങൾ നാമാവശേഷമായി. നികുതി വർധനവും അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടിയതും വസ്ത്രവ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. പ്രകൃതിക്ക് ദോഷം വരാത്തതും മനുഷ്യർക്ക് അത്യാവശ്യവുമായ വസ്ത്രനിർമ്മാണ മേഖലയിൽ കേരളത്തിന് ഏറെ മുന്നേറാനാവുമെങ്കിലും സർക്കാർ ആ വഴിക്ക് ചിന്തിക്കുന്നില്ലെന്നും ടി.എസ്. പട്ടാഭിരാമൻ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും ചേർത്ത് നിർത്തി KTGA വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പറയുമ്പോൾ നമ്മൾ 1000-10,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നവരാണ്. ഇവിടെ ഒരു പറഞ്ഞ മാതിരി തന്നെ എന്ത് ദുരിതങ്ങൾ വന്നാലും നമ്മൾ സഹായിക്കുന്നവരാണ്. നമ്മുടെ ആവശ്യം പറയുമ്പോൾ ന്യായം കാണുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്നൊരു വലിയൊരു റെസ്പെക്റ്റ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ സംഘടനയിൽ എന്തെങ്കിലും പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ചിട്ടോ അതല്ല നേതാവാവണമെന്ന് വിചാരിച്ചിട്ടോ അതല്ല അങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KTGയെ പറ്റിയ സംഘടനയല്ല വേറെ പല സംഘടനകളിലും ചേക്കേറുക നല്ലതെന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം ഈ സംഘടനയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ ചെയ്യുന്ന വ്യാപാരം സത്യസന്ധമായി നല്ല രീതിയിൽ സുഗമമായി മറ്റ് നിയമങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകളെ തിരുത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. കുമാരൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, KD പ്രസേനൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, KTGA സെക്രട്ടറി TS. ശ്രീകാന്ത്, ഭാരവാഹികളായ കൃഷ്ണൻ, MN ബാബു, ഷെറീഫ് മഞ്ചേരി, MS സിറാജ്, മുജീബ്, ഷാനവാസ്, കലാം, സീനത്ത്, ഫൈസൽ ശോഭ, മുജീബ് തൃത്താല, അഭിലാഷ് അടവക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനു സമീപം മാമ്പറ്റക്കുണ്ട് പ്രദേശം മലിനജല ഭീഷണിയിൽ. റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണം മൂലം വീടുകളിലേക്ക് മലിനജലം കയറുന്ന സ്ഥിതിയാണിവിടെ. മലിനീകരണം തടയണമെന്നാവശ്യപ്പെട്ട് സമര പരിപാടികൾക്കായി നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതിന് ശേഷമാണ് ഈ പ്രദേശത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത്. പ്രദേശത്ത് നിന്ന് മഴവെള്ളം ഒഴുകിപ്പോയിരുന്നത് റെയിൽവേയുടെ അഴുക്കുചാലിലേക്കായിരുന്നു. എന്നാൽ നവീകരണത്തിന് ശേഷം അഴുക്കുചാലിൻ്റെ ഉയരം കൂടിയത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമായെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് വെള്ളങ്ങളും ഈ പാടത്താണ് വന്ന് വീഴുന്നത്. മാമ്പിളിപ്പാടത്ത് ഈ പാടത്ത് വീഴുന്ന വെള്ളം നേരെ ഭാരതപ്പുഴയ്ക്ക് പോവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഈ കാർ പാർക്കിംഗ് ഏരിയ ഫില്ല് ചെയ്തുകൊണ്ട്, പാടം ഫില്ല് ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാ വെള്ളവും അഴുക്ക് വെള്ളവും തിരിച്ച് ഈ ഓവിൽ കൂടി ഞങ്ങളുടെ വീടുകളിൽ കയറുകയാണ്. ഇത് എന്തായാലും പ്രതിഷേധിക്കാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം മഴക്കാലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. ഒഴുകിയെത്തുന്ന വെള്ളം അഴുക്കുചാലിലൂടെ പോകുന്നതിനു പകരം മലിനജലം വീടിൻ്റെ പരിസരങ്ങളിലേക്ക് ഒഴുകുകയാണ്. പാർക്കിംഗ് ഏരിയ നിർമ്മാണത്തിന് ശേഷമുണ്ടായ റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. ഇത് സംഭവിച്ചത് ഈ റെയിൽവേൻ്റെ ഈ കാർ പാർക്കിംഗ് ഒരു ശരിയല്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ചത് കാരണമാണ് അവിടെ ചാലിൻ്റെ അളവ് കൂടിപ്പോയി, ഞങ്ങളുടെ ഭാഗം താഴ്ന്നു പോയി. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വെള്ളം പോകാൻ യാതൊരു ഒരു സൗകര്യമില്ല. മുനിസിപ്പാലിറ്റിയിലെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ ചുറ്റളവിൽ, അതായത് ഒരു 75% വെള്ളം ഇത് കൂടെയാണ് പോകുന്നത്. അതിപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അത് കൂടെ അഴുക്ക് വെള്ളം ഇറങ്ങി റിട്ടേൺ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണ്. വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കിണറുകളിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
കഴിഞ്ഞ മഴക്കാലത്ത് വീടുകളിലും റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ജ്വാല പാലിയേറ്റീവ് കെയർ കെട്ടിടത്തിലും വെള്ളം കയറിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നത് നിലവിലുള്ള അവിടെ ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തിയതിൻ്റെ ഭാഗമായി വെള്ളത്തിന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമില്ലാതെ, അപ്പോൾ നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് വലിയ ഇത്രയും മാത്രം വെള്ളം കടന്നു പോകുന്നതിന് ആവശ്യമായ ചാല് നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ് പുഴയിലേക്ക് വെള്ളം കടന്നു പോകൂ എന്ന ആവശ്യം ഉന്നയിച്ച് 2 തവണ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും റെയിൽവേ ഇത് മുഖവിലക്കെടുക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രി, MP, MLA, റെയിൽവേ അധികൃതർ തുടങ്ങിയവർക്ക് പരാതി നൽകി. പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധ സമരം ശക്തമാക്കുമെന്ന് ജനകീയ കൂട്ടായ്മ സെക്രട്ടറി M. നടരാജൻ, പ്രസിഡന്റ് R. മണി, P. മാരിമുത്തു, ND ദിൻഷാദ്, VK ശ്രീകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. ഈ വിഷയം പലതവണ പറഞ്ഞിട്ടും ആ ചാലിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. ഇത് ഒരു വീട്ടുകാരെ ബാധിക്കുന്നില്ല, 100ഓളം കുടുംബങ്ങളെ ബാധിക്കും എന്ന് മാത്രമല്ല, അത്തരം വെള്ളക്കെട്ട് മുകളിലേക്ക് കയറി വന്നാൽ സാംക്രമിക രോഗങ്ങളടക്കം പലതരത്തിലുള്ള രോഗങ്ങൾ ഇവിടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഈ ഷൊർണൂർ നഗരസഭയുടെ മാമ്പറ്റക്കുടി, മുതലിയാർ തെരുവ് ഭാഗത്തുണ്ട്. അപ്പം ഇതിനെതിരെ നമ്മൾ നിവേദനങ്ങൾ നൽകി. ആ നിവേദനങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായി ഇതിന് ഏത് രീതിയിലാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലൈഫ് ഭവന പദ്ധതിയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉടൻ വീട് നൽകുക, റെഗുലൈസ് ചെയ്ത പെർമിറ്റ് ഫീസ് ഉടൻ തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വീട് ലഭിക്കുമോ, വീട് ലഭിക്കുമോ എന്ന് ആലോചിച്ച് ഇവരുടെ വർത്തമാനം കേട്ട് തകർന്നു വീഴാറായ വീട് പൊളിച്ച് താമസിക്കുന്ന, വീട് പൊളിച്ച് ഷെഡിൽ താമസിച്ച ആളുകളുണ്ട്. ശക്തമായ മഴയത്തും അതുപോലെ വെയിലത്തും ഈ കാറ്റുമുള്ള സമയത്ത് അവർ ഷെഡിൽ താമസിച്ച് പാവപ്പെട്ട പെൺകുട്ടികളും വൃദ്ധരായ ആളുകൾക്കും അവർക്ക് അസുഖങ്ങൾ പിടിപെട്ടു. നിവൃത്തി കൊണ്ട് അലർജി മൂലവും മറ്റും അവർക്ക് ജീവിതം തന്നെ ദുസ്സഹമായപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവർ നിവൃത്തികേട് കൊണ്ട് വീട് കെട്ടി അത് ലോൺ അടയ്ക്കാൻ പറ്റാതെ അവർ ജപ്തി ഭീഷണിയിലാണ്. ബാങ്കുകാരും സ്വകാര്യ ബാങ്കുകാരും വീട്ടിൽ വന്ന് നോട്ടീസ് പതിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. KP മുനീർ അധ്യക്ഷത വഹിച്ചു. PM സാദിഖ് അലി, ജബ്ബാർ CH, പഞ്ചായത്ത് അംഗം PU റജുല, ഷബിദ മുനീർ, ഹസീന CH, PS സുലൈമാൻ, സൈഫുദ്ദീൻ, VP ബഷീർ, KM മുസദിഖ്, ഫാസിൽ OB, KS കമറുദ്ദീൻ, ഷാഫി, നൌഫൽ, അഷ്റഫ്, അബ്ദുൾ റഹിമാൻ സാംബിക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിലെത്തിയവരെ വരവേറ്റത് ഒഴിഞ്ഞ കസേരകൾ. ജീവനക്കാർ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏതോ യോഗത്തിനു പോയെന്നാണ് അന്വേഷിച്ചവർക്ക് മറുപടി ലഭിച്ചത്. ജനറൽ സൂപ്രണ്ട് മാത്രമാണത്രേ ഓഫീസിൽ ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:45 നഗരസഭാ കാര്യാലയത്തിലെ ഒരു വിഭാഗത്തിലെത്തിയവർക്ക് മുന്നിലെ കാഴ്ച ഇതായിരുന്നു. ഒഴിഞ്ഞ കസേരകൾ മാത്രം. ആകെയുണ്ടായിരുന്നത് സൂപ്രണ്ട്. മറ്റ് ജീവനക്കാർ ആരുമില്ല. അന്വേഷണത്തിൽ മറ്റുള്ളവരെല്ലാം യൂണിയൻ മീറ്റിങ്ങിന് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഓഫീസിലെത്തിയവർ പറഞ്ഞു. ഡ്യൂട്ടി സമയത്ത് ജീവനക്കാർ യൂണിയൻ പ്രവർത്തനത്തിൽ ഏർപ്പെടരുതെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിനുപോലും ജീവനക്കാർ വില കൽപ്പിക്കുന്നില്ലെന്നാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർക്കെതിരെ ഒരു നടപടിയുമുണ്ടാകില്ല. പോയവർക്ക് യൂണിയന്റെ പിന്തുണയുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പിയിൽ പുതിയ പാലത്തിന്റെ പ്രാഥമിക നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. പൈലിംഗ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയിന്റുകൾ രേഖപ്പെടുത്തലാണ് ആരംഭിച്ചത്. ഫെബ്രുവരി മാസത്തിൽ പൈലിംഗ് ആരംഭിക്കും. ജാസ്മിൻ കൺസ്ട്രക്ഷൻസിനാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുഴയിൽ പൈലിംഗ് പോയിന്റുകൾ രേഖപ്പെടുത്തി തുടങ്ങി. 139 പൈലിംഗ് പോയിന്റുകളാണ് പാലത്തിന് ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനാണ് കമ്പനിയുടെ തീരുമാനം. പുഴയിൽ മണ്ണിട്ട് ലെവലിംഗ് നടത്തി പ്രാഥമികമായി പൈലിംഗ് ആരംഭിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്.
ഈ മാസം അവസാനത്തോടെ ടെസ്റ്റ് പൈലിംഗ് പ്രവൃത്തി ആരംഭിക്കാനാണ് അധികൃതരുടെ നീക്കം. ഇതിന്റെ ഭാഗമായി പാലം തുടങ്ങുന്ന പട്ടാമ്പി CPI ഓഫീസിന് സമീപം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാലത്തിന്റെ ടെസ്റ്റ് പൈലിംഗ് വിലയിരുത്തി ഫെബ്രുവരി അവസാനത്തോടെ പില്ലറുകളുടെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ മുഹമ്മദ് മോഹ്സിൻ MLAയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി വിലയിരുത്താൻ പ്രദേശത്ത് സന്ദർശനം നടത്തി. പൈലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോടും നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത കമ്പനി അധികൃതരോടും MLA ചോദിച്ചറിഞ്ഞു. പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി MLA അറിയിച്ചു. ഈ പരമാവധി പൈലിംഗ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഈ പാലത്തിന് നമുക്ക് TS എമൗണ്ട് 52,57,60,60,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിൽ KSEBക്ക് കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ 6,40,50,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 40,34,60,000 ഇതിൽ പിന്നെ നമ്മളെ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. അത് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചപ്പോൾ ടെൻഡർ ബിലോയിലാണ് എടുത്തിട്ടുള്ളത്. 33,14,53,266 രൂപയ്ക്കാണ് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ 69 സെന്റ്, അതായത് 69.16 സെന്റ് സ്ഥലമാണ് ഇതിൽ ഏറ്റെടുക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫണ്ട് 6,40,50,000 രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം സൈമിൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, KFRB ഉദ്യോഗസ്ഥർ, ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് അധികൃതർ, മറ്റ് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. 52,58,00,000 രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിക്കാരുടെ ചിരകാല സ്വപ്നമായ പാലം നിർമ്മിക്കുന്നത്. CPI ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച് ഞാങ്ങാട്ടിരി കടവ് വരെ നീളുന്ന പാലത്തിന് 50 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയുമുണ്ടാകും. 24 മാസമാണ് കരാർ കാലാവധി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ലെവൽ ക്രോസിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പ്രദേശത്തെ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് മൂലം കാലങ്ങളായി യാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ സ്വപ്നമായിരുന്നു റെയിൽവേ മേൽപ്പാലം. മാരാത്തുകുന്ന് മേൽപ്പാല നിർമ്മാണത്തിൻ്റെ ആദ്യപടിയായ സർവേ നടപടികൾ ആണ് ആരംഭിച്ചിട്ടുള്ളത്. മേൽപ്പാലത്തിൻ്റെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള സർവേക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു. സർവേ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും. തുടർന്ന് സർക്കാരിൻ്റെ അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലേക്കും വടക്കാഞ്ചേരി നഗരത്തിലേക്കും നീളുന്ന ഈ റൂട്ടിലെ ലെവൽ ക്രോസ് ദീർഘനേരം അടഞ്ഞുകിടക്കുന്നത് വാഹനഗതാഗതത്തെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. സമീപത്തുള്ള എങ്കക്കാട് ലെവൽ ക്രോസിനും പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി അറിയിച്ചു. റെയിൽവേ വർക്ക് പ്രോഗ്രാമിലും പിങ്ക് ബുക്കിലും ഈ പദ്ധതി ഉൾപ്പെടുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് വടവന്നൂർ വട്ടച്ചിറയിൽ ബലൂണിന് വീണ്ടും അടിയന്തര ലാൻഡിംഗ്. വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ പറന്നിറങ്ങിയത്. ചെന്നൈ സ്വദേശിയായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമാണ് കൂറ്റൻ ബലൂണിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട് ടൂറിസം വകുപ്പ് നടത്തുന്ന ഫെസ്റ്റിൽ പങ്കെടുത്ത ബലൂണാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ പറന്നിറങ്ങിയത്. ചെന്നൈ സ്വദേശികളായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു കൂറ്റൻ ബലൂണിൽ. സുരക്ഷിതമായി പാടത്തിറക്കിയ ബലൂൺ പിന്നീട് കൊണ്ടുപോയി. അടിയന്തര ലാൻഡിങ്ങിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. ബലൂണിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കുകളില്ല. ബെൽജിയത്തിൻ്റെ ബലൂണാണ് പാലക്കാട്ട് പറന്നിറങ്ങിയത്. തമിഴ്നാട് ടൂറിസം വകുപ്പിൻ്റെ ഫെസ്റ്റിൽ വിവിധ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. 10ാമത് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റ് തമിഴ്നാട്ടിലാണ് നടക്കുന്നത്. 7 രാജ്യങ്ങളിൽ നിന്ന് 11 ബലൂണുകളാണ് ഫെസ്റ്റിൻ്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി ഭീമൻ ബലൂൺ പാലക്കാട് കന്നിമാരി മുള്ളൻതോട് ഇടിച്ചിറക്കിയിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 20 കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ ഇറക്കിയത്. പറക്കാനാവശ്യമായ ഗ്യാസ് തീർന്നുപോയതിനെ തുടർന്നാണ് പെരുമാട്ടിയിൽ ബലൂൺ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പിന്നീട് കമ്പനി അധികൃതർ എത്തി ബലൂൺ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. ചലച്ചിത്ര നടനായിരുന്ന കലാഭവൻ മണിയുടെ സഹോദരനും നടനും നൃത്താധ്യാപകനുമായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കേരള കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. ഭരതനാട്യ വിഭാഗത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുരുഷ നിയമനം. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന ജ്യേഷ്ഠന്റെ വാക്കുകളാണ് അന്വർത്ഥമാകുന്നതെന്ന് ചുമതലയേറ്റ ശേഷം RLV രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. പ്രതിസന്ധികൾ എന്ന് പറയുന്നത് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ മണിച്ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ളത്. മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ശക്തിയും ആർജവും ഉണ്ടാവും. അതുതന്നെയാണ് നമുക്ക് ഒരു ശക്തി ഇപ്പോഴും നിലനിൽക്കാൻ ശക്തി ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് RLV രാമകൃഷ്ണന് പുറമെ മറ്റ് 8 പേരുടെ നിയമനം കൂടി ഇന്ന് കലാമണ്ഡലത്തിൽ നടന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ B രാജേഷ് കുമാറിൻ്റെയും വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നിയമനം. He was one of the applicants. രാമകൃഷ്ണൻ അതൊരു ആപ്ലിക്കൻ്റ് ആയിരുന്നു. And he was the best among the applicants. So the subject experts അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. അതെ, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇപ്പം ഭരതനാട്യത്തിൽ ആദ്യത്തെ ഒരു ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അതിൽ സെലക്ട് ചെയ്യപ്പെട്ടത് RLV രാമകൃഷ്ണനാണ്. പുരുഷന്മാർ മറ്റ് പല സ്ഥാപനങ്ങളിലും ഡാൻസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ UGC വിഭാഗത്തിൽ അല്ലെങ്കിൽ UGC എന്താ പറയുക യൂണിവേഴ്സിറ്റി തലത്തിൽ കലാമണ്ഡലത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശമ്പള കുടിശ്ശിക തീർത്തു നൽകാത്തതിനെതിരെ സമരപ്രഖ്യാപനവുമായി കേരള കലാമണ്ഡലം മുൻ അധ്യാപകർ. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 6ാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല എന്നാണ് വിരമിച്ച അധ്യാപകർ പറയുന്നത്. UGC 7ാം ശമ്പള പരിഷ്കരണം അനുവദിച്ച് ഉത്തരവായപ്പോൾ മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ശമ്പള കുടിശ്ശിക തീർത്തു നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായിട്ടും കലാമണ്ഡലത്തിൽ അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലത്തിലെ റിട്ടയേർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത്. ഫെബ്രുവരി 24-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരത്തിൻ്റെ മുന്നോടിയായി ജനുവരി 21-ാം തീയതി കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിൻ്റെ കേളികൊട്ട് നടത്തുമെന്ന് റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ കലാമണ്ഡലം S ഗോപകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിൻ്റെ പ്രവർത്തകരാണ്. കലാമണ്ഡലത്തിൽ നിന്നും 30 വർഷം സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്ന് വിരമിച്ച് നിസ്സാരമായ പെൻഷനാനുകൂല്യങ്ങൾ ലഭിച്ച് 2007 പോലുള്ള കുടിശ്ശിക ലഭിക്കാതെ ഇങ്ങനെ ഒരു രണ്ടാന്തര പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വിഷയം നിരന്തരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് ഈ മാസം 21-ന് അനിശ്ചിതകാല സമരത്തിൻ്റെ കേളിയോട്ട് നടത്തും. ആ അനിശ്ചിതകാല സമരത്തിൻ്റെ കേളിയോട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത ഫെബ്രുവരി മാസം 24-ാം തീയതി തുടങ്ങുന്ന അനിശ്ചിതകാല സമരത്തിൻ്റെ കേളിയോട്ടാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജനോപകാര പദ്ധതികൾ തുടരുന്നതിനൊപ്പം ജീവനക്കാരുടെ സംരക്ഷണവും കേരള ബാങ്ക് ഉറപ്പുവരുത്തണമെന്ന് A പ്രഭാകരൻ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ ബാങ്ക് പാലക്കാട് ജില്ലാ ആസ്ഥാനത്തിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ പുത്തൻ അധ്യായങ്ങളാണ് കേരള ബാങ്ക് എഴുതി ചേർക്കുന്നതെന്നും A പ്രഭാകരൻ MLA പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളോടും സ്വകാര്യ കുത്തക ബാങ്കുകളോടും മത്സരിച്ചാണ് കേരള ബാങ്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. മറ്റ് ബാങ്കുകൾ നടത്തുന്നതിൻ്റെ ഇരട്ടി ഇടപാടുകൾ നടത്താൻ കഴിഞ്ഞതിന് പിന്നിൽ ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ കൂട്ടായ പരിശ്രമമുണ്ട്. പൊതുമേഖലാ ബാങ്കുകളെ തകർക്കുന്ന കേന്ദ്ര നയമല്ല കേരള ബാങ്ക് അധികൃതർ സ്വീകരിക്കേണ്ടത് എന്നതുകൊണ്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും MLA പറഞ്ഞു. ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് മാത്രമല്ല, കുടുംബത്തിലെ ചെലവും അല്പം കൂടും. അങ്ങനെ വരുമ്പോൾ വരുമാനം കുറയുമ്പോൾ പ്രതിസന്ധി എല്ലാ കുടുംബത്തിലാവും. അങ്ങനെ പ്രതിസന്ധി കുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ അത് നാട്ടിലെ പ്രതിസന്ധിയായി മാറും. അതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം. ഒരു സാധാരണക്കാരനായ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, തൊഴിലെടുത്ത് ഉപജീവനം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികൾക്ക് വലിയ വേദനയില്ല. ഇനി ഏതെങ്കിലും വലിയ പ്രമാണി വാർത്ത എന്തെങ്കിലും അപകടം ഉണ്ടായാൽ
ഗവൺമെന്റ് ആ സ്ഥലം കൊടുക്കുന്ന വിജയിച്ചു. 10-17 ലക്ഷം കോടി രൂപയെ ഭയങ്കര കോർപ്പറേറ്റ് മുതലാളിമാർ കഴിഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ 10 പൈസ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ മറ്റേ നമ്മുടെ തലസ്ഥാനത്തിന്റെ ബോർഡുണ്ടല്ലോ, ഡൽഹി പട്ടണത്തിന്റെ പരിസരത്ത് ആയിരക്കണക്കിന് കൃഷിക്കാരോ സമരം നടത്തുന്നുണ്ട്. പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക, ആരോഗ്യ പദ്ധതി വിപുലമാക്കി ഗുണകരമാക്കുക, തടഞ്ഞുവെച്ച DA പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് C. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ഭാരവാഹികളായ K. മല്ലിക, K. മുരളീധരൻ, P. ബാലൻ, V. രാമകൃഷ്ണൻ, സത്യമൂർത്തി, K. നബിദാസ്, C. ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അഴകും സൗരഭ്യവുമായി മലമ്പുഴ പുഷ്പോത്സവത്തിന് തുടക്കം. മലമ്പുഴ ഉദ്യാനത്തിൽ ജലസേചന വകുപ്പും DTPCയും സംയുക്തമായാണ് പൂക്കളുടെ വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നത്. പുഷ്പോത്സവം A. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. മലയാളവും സിനിമയും എടുത്തിട്ടുണ്ട്, തമിഴ്, ഹിന്ദി തുടങ്ങിയിട്ടുള്ള സിനിമകൾ. തമിഴ് ഒന്നല്ല, പല സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രതാപത്തിൽ ഒരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ആ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ കേരള സർക്കാർ, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ്, ഒരു വല്ലാത്ത ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം സെക്രട്ടറി കൂടിയായിട്ടുള്ള പാലക്കാട്ടുകാരനായ മന്ത്രിയുടെ മകനാണ് ഇപ്പോൾ ടൂറിസത്തിൻ്റെയും PWയുടെയും ചുമതല വഹിക്കുന്നത്. ആഫ്രിക്കൻ ഫ്രഞ്ച് മേരി, ഗോൾഡ് എന്നീ ഇനങ്ങളിലുള്ള വിവിധ ഇനം ചെണ്ടുമല്ലികൾ ഷോയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഓർക്കിഡ്, സൂര്യകാന്തി, കോസ്മോസ്, പെറ്റിയൂണിയ, മെരിഗോൾഡ് തുടങ്ങി നിരവധി ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള പുഷ്പങ്ങൾ മേളയെ സമ്പന്നമാക്കുന്നു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ കൗതുകം ഉണർത്തുന്നതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ നിരവധി സന്ദർശകർ ഇത്തവണ പുഷ്പോത്സവം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന ഫീസ്. മേളയോടനുബന്ധിച്ച് കലാസാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 22-ന് പുഷ്പോത്സവം സമാപിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ജനപ്രതിനിധികളായ രാധിക മോഹൻ, തോമസ് വാഴപ്പള്ളിൽ, കാഞ്ചന സുദേവൻ, S. ഹേമലത, ക്യൂറേറ്റർ പത്മജ പ്രഭാകർ, DTPC ഉദ്യോഗസ്ഥരായ S. അനിൽകുമാർ, ഡോക്ടർ സൽബർട്ട് ജോസ്, E. അബ്ദുൽ മുനീർ എന്നിവർ പങ്കെടുത്തു. പുഷ്പോത്സവത്തിൽ ചെടികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 12 നഴ്സറികളിലായി മിതമായ നിരക്കിൽ ചെടികൾ ലഭ്യമാണ്. പാലക്കാടിൻ്റെ തനത് രുചി ആസ്വദിക്കാനും ഇതോടനുബന്ധിച്ച് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രുചിയുടെ പുത്തൻ കൂട്ടൊരുക്കിയാണ് ഭക്ഷ്യമേള. പാലക്കാടിൻ്റെ തനത് വിഭവങ്ങളും ഗോത്ര വിഭവങ്ങളും ഉൾപ്പെടുത്തി 19 വ്യത്യസ്ത ഫുഡ് സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. പുഷ്പോത്സവത്തോടനുബന്ധിച്ച് മേഖലയിൽ ഗതാഗത ക്രമീകരണവും പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭിന്നശേഷിക്കാരായ നമുക്ക് 9 ഗുണഭോക്താക്കളാണുള്ളത്. 9 ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് അനുയോജ്യമായ ഉപകരണങ്ങളാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ K. അശോകൻ, മുസ്തഫ, അംഗൻവാടി ടീച്ചർ ഉഷാദേവി, ശ്യാമിലി, TV ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. 9 ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. നിസാമുദ്ദീൻ പൊന്നങ്കോടിനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മുൻ പ്രസിഡന്റ് സലാം തറയിൽ രാജിവെച്ചതിനെ തുടർന്നാണ് പുനഃസംഘടന വേണ്ടിവന്നത്. അൻവർ സാദിഖ് മണ്ടൂർ ജനറൽ സെക്രട്ടറിയായും യൂസഫ് കലടി ട്രഷററായും കമ്മിറ്റി നിലവിൽ വന്നു. മറ്റ് ഭാരവാഹികൾ വൈസ് പ്രസിഡന്റുമാർ ഹമീദ് ഹാജി, M. സയ്യിദ്, അബ്ബാസ് കുറ്റിയോട്, യൂസഫ് CV. സെക്രട്ടറിമാർ അബ്ദുൾ റസാഖ് വലിയട്ട, പടുവിൽ മുഹമ്മദ് അലി, ഹാരിസ് കരിമ്പ, അബ്ബാസ് മേലേതിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TA സിദ്ദിഖ്, ട്രഷറർ PEA സലാം മാസ്റ്റർ, KKA അസീസ്, MS നാസർ, PK അബ്ദുള്ളക്കുട്ടി എന്നിവർ നേതൃത്വം നൽകി.
സലാം തറയിൽ റിയാസ് നാലകത്ത്, യൂസഫ് പാലക്കൽ, രവീന്ദ്രൻ വാവുംപുറം, അലി അസ്കർ, PKM മുസ്തഫ, N അലി, മൻസൂർ, CT അലി, മുനീർ മണ്ണൂർ, ഇല്യാസ് പറളി, ഷാഫി പറളി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി സ്വദേശി ദുബായിൽ പനി ബാധിച്ച് മരിച്ചു. പരുത്തിപ്പുള്ളി പൂതിരിക്കാവ് പരേതനായ ചാമി കമലം ദമ്പതികളുടെ മകൻ 41 വയസ്സുള്ള കാളിദാസനാണ് പനി ബാധിച്ച് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഭാര്യ ചിത്ര, മക്കൾ അഭിഷേക്, അനാമിക, സഹോദരങ്ങൾ ശശി, സന്തോഷ്. കൊപ്പം സ്കൂൾ ഫെസ്റ്റ് ജനുവരി 18 നടക്കും. കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവുമാണ് സ്കൂൾ ഫെസ്റ്റ് എന്ന പേരിൽ വിപുലമായി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ ഫെസ്റ്റിനോടനുബന്ധിച്ച് വിരമിക്കുന്ന പ്രധാന അധ്യാപിക KT ജലജ, അധ്യാപികമാരായ P സുനിത, PP നസീമ, അധ്യാപകൻ KP ബാബുരാജ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകും. രാവിലെ 10 പൂർവ്വ അധ്യാപക സംഗമം, ഉച്ചയ്ക്ക് 2 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, വൈകിട്ട് 6 പൊതുസമ്മേളനം എന്നിവ നടക്കും. പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ വിശിഷ്ടാതിഥിയായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ആദരിക്കും. വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും. സോണിയ ടീച്ചറെ A ഷാബിറ ടീച്ചർ ആദരിക്കും. വൈകിട്ട് 7:30 കൈരളി പട്ടുറുമാൽ ഫെയിം ഷഹജ നയിക്കുന്ന കലാസന്ധ്യയും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഉൾപ്പെടുന്ന യാത്രയയപ്പ് സമ്മേളനവും നടക്കുന്നു. അതിനുശേഷം പട്ടുറുമാൽ ഫെയിം ഷഹജയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാനസന്ധ്യയും സ്കൂളിൽ സംഘടിപ്പിക്കുന്നതിന് എല്ലാ മാന്യ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 1968 സ്ഥാപിതമായ വിദ്യാലയം 57ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 390 വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 240 വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 1550 വിദ്യാർത്ഥികളുമുണ്ട്. പട്ടാമ്പി സബ് ജില്ലയിൽ 3 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക വിദ്യാലയമാണിത്. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ T ഉണ്ണികൃഷ്ണൻ, T കൃഷ്ണകുമാർ, K അബ്ദുൾ ഷുക്കൂർ, N ശ്രീലത, TK സാജിദ്, KT ജലജ, T ഷജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിൽ സംസ്കാരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി ജില്ലാതല തൊഴിൽ പരിശീലന ശില്പശാല കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ നൈപുണ്യ സമിതിയുടെയും നേതൃത്വത്തിൽ. തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ 17കാരനെ 15 വയസ്സുകാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ ബീഡി കച്ചവടം നടത്തിയ ജയിൽ ജീവനക്കാരൻ അറസ്റ്റിലായത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ KP ഷംസുദ്ദീൻ. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരത്ത് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പൊയിലൂർ താഴത്തേതിൽ മുഹമ്മദ് അലിയുടെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് അമീൻ. റോഡ് നവീകരണം ഭാഗികമായി പൂർത്തിയായ പ്രദേശത്ത് വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. ഭരണാധികാരികളുടെ തുടർച്ചയായ അവഗണന മൂലമാണ് കേരളത്തിലെ അനേകം നെയ്ത്തുഗ്രാമങ്ങൾ ഇല്ലാതായതെന്ന് കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാണ്. സമൂഹത്തിന് തൊഴിലും സർക്കാരിന് വരുമാനവും നൽകുന്ന മേഖലയായി ഭരണക്കാർ വസ്ത്രവ്യാപാര മേഖലയെ കാണുന്നില്ല. പാലക്കാട്ട് KGTA ജില്ലാ സമ്മേളനം. പ്രതിസന്ധിയിലായ വസ്ത്രവ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം. മലിനജല ഭീഷണിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് പ്രദേശം. റെയിൽവേയുടെ അശാസ്ത്രീയ അഴുക്കുചാൽ നിർമ്മാണം മൂലം വീടുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്ന അവസ്ഥയെന്ന് പ്രദേശവാസികൾ. മലിനീകരണം തടയാൻ സത്വര നടപടി വേണമെന്നും മഴക്കാലത്ത് പ്രശ്നം രൂക്ഷമാകുമെന്നും ജനകീയ കൂട്ടായ്മ. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. തുടക്കം പൈലിംഗ് പോയിന്റുകൾ രേഖപ്പെടുത്തുന്ന പ്രവൃത്തിയോടെ. ടെസ്റ്റ് പൈലിംഗ് ഈ മാസം അവസാനവും പ്രധാന തൂണുകളുടെ പൈലിംഗ് ഫെബ്രുവരിയിലും തുടങ്ങും. കരാർ കാലാവധി 24 മാസം. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് വഴിയുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പ്രദേശത്തെ മേൽപ്പാല നിർമ്മാണത്തിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു.
മണ്ണൂരിൽ ലൈഫ് ഭവന പദ്ധതി പ്രവർത്തനത്തിൽ അപാകതയാരോപിച്ച് മുസ്ലിം ലീഗ്. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉടൻ വീട് നൽകണമെന്നും റെഗുലറൈസ് ചെയ്ത പെർമിറ്റ് ഫീസ് തിരിച്ചു നൽകണമെന്നും പ്രധാന ആവശ്യം. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റു. കലാമണ്ഡലം ഭരതനാട്യ വിഭാഗത്തിൽ പുരുഷ അധ്യാപക നിയമനം ഇതാദ്യം. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് സമരപ്രഖ്യാപനവുമായി കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകർ. നിറവും സുഗന്ധവുമായി മലമ്പുഴ. ഉദ്യാനത്തിൽ പുഷ്പോത്സവത്തിന് തുടക്കം. ജലസേചന വകുപ്പും DTPCയും ഒരുക്കുന്ന വർണ്ണോത്സവം 22 വരെ. തമിഴ്നാട്ടിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിൽ നിന്ന് വഴിതെറ്റി വന്ന കൂറ്റൻ ബലൂണിന് പാലക്കാട് വടവന്നൂർ വട്ടച്ചിറയിൽ അടിയന്തര ലാൻഡിംഗ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.